ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുഞ്ഞിക്കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ന്യൂ ഇയറിന് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഇവർ 12 മണി വരെ ഉറങ്ങാതെ ഇരിക്കലില്ല, നേരത്തെ കിടക്കും. അത് തന്നെയല്ല, അത്രയും തിരക്കിലോട്ടൊന്നും ഇവരെ കൊണ്ട് നമ്മൾ ഇതുവരെ പോയിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ 2-ാം തീയതിയാണ്, നമ്മൾ ഖോർഫക്കാൻ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തു. നമ്മൾ ഒരു വട്ടം പോയിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി ഒന്ന് പോകാമെന്ന് ഓർത്തു. ഇപ്പോൾ തണുപ്പൊക്കെ ആയില്ലേ, എങ്ങനെയുണ്ട് പുതിയ ക്ലൈമറ്റും. അന്ന് നമ്മൾ പോയപ്പോൾ ബീച്ച് സൈഡും വാട്ടർഫോൾസും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നായിട്ടൊരു ഡാം ഏരിയയും പിന്നെ ടോപ്പിൽ എന്തോ കൂടി ഉണ്ടെന്ന് തോന്നിയിട്ട് അവിടെ രണ്ടിടത്തുകൂടി പോയി വരാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ ഇറക്കം. താണ്ടൊരു ഒട്ടകം പാസ് ചെയ്തു പോയി. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കുറേ ഒട്ടകങ്ങളെ കാണുന്നുണ്ടായിരുന്നു. ഈ സൈഡിലെല്ലാം ഒട്ടകങ്ങളും നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒട്ടകങ്ങളെ ആകെ 2 ഒട്ടകത്തെ മാത്രമേ കണ്ടുള്ളൂ. വേറെ കുറേ ആടുകളൊക്കെ നിൽക്കുന്ന കണ്ടു, വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. കഴിഞ്ഞ വട്ടം വീഡിയോ എടുത്തതായതുകൊണ്ട് ഇത്തവണ ഈ പോകുന്ന വഴികളൊന്നും അധികം ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് കുറച്ചൊക്കെ മാത്രം. കഴിഞ്ഞ വട്ടം പോയപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ പോകുന്നിടത്തൊന്നും കടകളോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ ഇങ്ങനെ പണിയുന്ന ഏരിയകൾ മാത്രമല്ലാതെ കടകളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ പക്ഷേ അവിടെ ആയിട്ട് ഇടയ്ക്കൊക്കെ ചെറിയ കടകളൊക്കെ, പച്ചക്കറി കട പോലെ, ടീ ഷോപ്പ് പോലെ അങ്ങനെ ഒക്കെ പുതിയതായിട്ട് കുറേ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഖോർഫക്കാൻ ഏരിയയിലോട്ട് കയറി. നമ്മുടെ നാട്ടിൽ ഈ മല ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ കാണാനൊരു ഭംഗിയുള്ള പോലെയാണ് എനിക്ക് ഇവിടെയും തോന്നിയത്. ഫുള്ള് പാർക്കിട്ട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, എങ്കിലും ഓരോ ഏരിയ കഴിയുമ്പോഴും ഓരോ ടൈപ്പ് പോലെയാണ് കാണാൻ. അതും ഹൈറ്റ് മാറുന്നതിനനുസരിച്ച്, ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈയുടെ കളറ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ 2-ാമത്തെ തവണ ആയതുകൊണ്ട് ഏതൊക്കെ ഏരിയയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ഏകദേശ ഐഡിയ ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേന് ഈ ടണലൊക്കെ കയറിയപ്പോൾ ഇതിന് എത്ര ലെങ്ത് ഉണ്ടെന്നോ കയറി ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നോ ഒന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു ടണൽ കയറി ഇറങ്ങിയ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേതാണ് ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ വട്ടം ഞാൻ 2 ടണലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ 4-5 ടണലുകളുണ്ടായിരുന്നു. ബാക്കിയൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്ന് എങ്ങോട്ടോ പോയി. എന്തായാലും ടണൽ കയറി ഇങ്ങനെ വന്ന് ഈ വെട്ടത്തൂന്ന് ആ മലയിലോട്ട് വന്ന് ഇറങ്ങുമ്പോഴത്തേന് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുഞ്ഞന്മാരുടെ 2 പേരുടെ എന്തൊക്കെയോ വിശേഷങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്. ഇത് അവിടെ ഒരു മാർക്കറ്റ് ഏരിയ പോലെ കുറേ റെസ്റ്റോറൻറ്റ്സും ഷോപ്പുകളും എന്തൊക്കെയായിട്ട് ഫുള്ളായിട്ട് കുറേ ഏരിയസ് ഉണ്ട്. നമ്മളിവിടെ ഒന്നും കയറിയിട്ടില്ല, എങ്കിലും കുറേ കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഈ ഉത്സവപ്പറമ്പൊക്കെ പോലെ അങ്ങനത്തെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു അവിടെ. ഇത് 2-ാമത്തെ ടണലാണ്. ഈ ടണൽ അത്യാവശ്യം നല്ല ലെങ്ത്ത്, വലിയ ടണലായിരുന്നു. ഇത് കയറി ഇറങ്ങുമ്പോഴത്തെ വ്യൂ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് കഴിഞ്ഞ വട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ വൈകിട്ടായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമ്മൾ രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേന് ഇറങ്ങി. 10:30 മൊബൈലിൽ നിന്ന് ഇറങ്ങിയിട്ട് കറക്റ്റ് 1 മണിക്കൂറത്തെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഡാം വരെ എത്താൻ. ഇത്തവണ ടണലുകൾ വരുന്ന ഐഡിയ ഉണ്ടായിരുന്നുണ്ട്. എല്ലാ ടണലുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഡാം ഏരിയയിൽ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കറങ്ങി തിരിഞ്ഞു വരണം. ആ കറങ്ങി വരുന്നിടത്തും ഒരു സ്പോട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ കാണുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളവിടെ ഇറങ്ങിയില്ല, നേരെ ഡാമിലോട്ട് തന്നെയാണ് പോണത്. ഇതാണ് ഡാം. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേന് അവിടെ കുറേ താറാവിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം പോയി താറാവിനെ കാണാമെന്ന് ഓർത്തു. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
നമ്മൾ ബോട്ടിലൊന്നും കയറിയില്ല. ഇവരെ കൊണ്ട് ബോട്ടിൽ കയറാനുള്ളൊരു ഇതും വെയിലും ഒക്കെ കൊണ്ട് നമ്മൾ ബോട്ടിലൊന്നും കയറിയില്ല. ജസ്റ്റ് താഴോട്ട് ഇറങ്ങി നോക്കാമെന്ന് ഓർത്തു. എന്തോ അമ്മ കൈ പിടിച്ചോ? ഇതോ അച്ഛ എടുക്കുന്നു. ഓ പതുക്കെ ഭൂമിക്കുട്ടാ, പതുക്കെ പതുക്കെ. ഓ ഭൂമിക്കുട്ടനെ തെറിച്ചങ്ങ് പോവാ. പൊന്നെ കണ്ടോ, നീ താറാവിനെ കണ്ടോ? താറാവ് നീന്തി വരുന്ന കണ്ടോ? താറാവ് നീന്തി വരുന്നു. ഭൂമിക്കുട്ടെ താറാവ് എവിടെ? എന്തോ അത്? മീന്, വലിയ മീന് കണ്ടോ കണ്ണാ? വെള്ളത്തിൽ പോലെ വലിയ മീൻ പോന്നുണ്ടോ? വലിയ മീനെ കണ്ടാ? അച്ഛ കാണിച്ചു തരും ചെല്ലേ. റെഡ് വലിയ മീന് വരും. അത് കൊള്ളാം. പോക്കോ. ഓടിച്ചോളാം. നീ റോക്കറ്റ് വിട്ടോട്ട് പോകാതെ. ഓക്കെ പൊക്കോ. ഇതുവഴി നിരങ്ങി വാ പൊന്നെ. ഭൂമി ഇതുവഴി. കുതിര കിട്ടിയോ പിറ്റിക്കുട്ട? നിരങ്ങി വാ. കയറിക്കോ. ഇനി പിറ്റിക്കുട്ടൻ കുതിര ഓടിച്ചു കഴിഞ്ഞോ? ഇനി നിരങ്ങിക്കോ. കയറിക്കോ. കയറിക്കോ. പിറ്റിക്ക് എന്ത് പേടിയാ? അതുവഴി നിരങ്ങി വാ. അതുവഴി അല്ലേ? ഇതുവഴി. ഇങ്ങോട്ട് വാ. അങ്ങനെ ഞങ്ങളൊരു കോണമൊക്കെ വാങ്ങിയിരുന്നു. ഇവിടെ പിന്നെ എവിടെ പോയാലും ഇഷ്ടംപോലെ പ്ലേ ഏരിയ ഉള്ളതുകൊണ്ട് എവിടെ ചെന്നാലും അവർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇറങ്ങിയോ? ഇറങ്ങിക്കോ. ഇനി പിറ്റിക്കുട്ടെ. എന്നിട്ട് ഇതുവഴി കയറിക്കോ. ഭൂമി ഇതുവഴി കയറിക്കോ. അതേ പിറ്റിക്കുട്ടിന്റെ പുറകെ പോ. പിറ്റിക്കുട്ടി ഇറങ്ങ്. എന്നിട്ട് ഇതുവഴി കയറിക്കോ. അതിനകത്തോട്ട് കയറിക്കോ. കയറിക്കോ. അമ്മ ഇവിടെ ഉണ്ട്. എന്നിട്ട് അതുവഴി കയറ്. അതിൽ കയറ്. ഇവിടെ കയറ്. ഇങ്ങനെ കയറ്. എന്നിട്ട് അതുവഴി കയറ്. അതുവഴി കയറ്.
എന്നിട്ട് ഇതുവഴി നിരങ്ങിയ അതുവഴി നിരങ്ങിക്കോ. വരുന്നു. നിരങ്ങിക്ക്. വട്ടം കറങ്ങി വന്നേ. ഇവിടെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ശിവനേട്ടനും ചേച്ചിയും കുഞ്ഞും വന്നത്. അപ്പോൾ അവരോട് ഇങ്ങനെ താറാവുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ താറാവിനെ കാണാൻ പോയപ്പോൾ കുഞ്ഞന്മാർക്ക് പിന്നെയും കാണാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങളൊന്നും കൂടി താറാവിനെയും മീനിനെയും കാണാൻ വന്നു. വീഡിയോയിൽ മീനിനെ അത്ര കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. റെഡും വൈറ്റും വരുമ്പോൾ കാണാൻ പറ്റും. അല്ലാതെ നിറയെ മീനാണ്. അത് നല്ല വലിയ മീൻ. ഒരു അടുത്തിനിപ്പോൾ കാണാൻ പറ്റും. ഈ തീറ്റി ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അത് കഴിക്കുമ്പോഴൊക്കെ മൊത്തത്തിൽ വലിയ മീനുകളാണ് ഇഷ്ടം പോലെ. ഇടയ്ക്കിടയ്ക്ക് നല്ല വലിയ റെഡ് കളറും വൈറ്റും ഒക്കെ വരുന്നതും കാണാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു വാട്ടർഫോൾസും ബീച്ചും വരുന്ന ആ ഒരു സൈഡിലോട്ടാണ്. ഇവിടെ ഇപ്പോൾ 2-3 കഴുതേ നിൽക്കുന്ന കാണാം. ഒക്കെ ഉണ്ടാകണ്ട ഇതുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ബീച്ച് സൈഡും വാട്ടർഫോൾസ് ലാസ്റ്റ് വരാമെന്ന് ഓർത്തു. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു ബിൽഡിങ് കാണാൻ പറ്റും. അപ്പോൾ അതെന്തുവാണ്, ഇനി വല്ല മ്യൂസിയം പോലത്തെ വല്ല സെറ്റപ്പും ആണോ എന്നറിയാനെ കൊണ്ടിട്ട് പോയി നോക്കാമെന്ന് ഓർത്ത് നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് പോവുക. ഏറ്റവും ടോപ്പിലോട്ട് പോകുന്നതിന് മുന്നായിട്ടൊരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലായിട്ടാണ് പിന്നെ പാർക്കിങ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യമുള്ള. അങ്ങനെ നോക്കി ഇരുന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഞാൻ പ്രതീക്ഷിച്ചതൊരു മ്യൂസിയമോ അങ്ങനെ എന്തോ വലിയ കാര്യമാണെന്നാണ്. പക്ഷേ അല്ലായിരുന്നു. അതൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പായിരുന്നു. പക്ഷേ അവിടെ നിന്നിട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു. 2-3 സൈഡായിട്ട് കാണാൻ പറ്റും. ഒരു സൈഡിൽ ഫുള്ള് മലകളായിട്ട്, ഒരു സൈഡിൽ ഈ സൈഡ് ഫുള്ള് ഇങ്ങനെ മലകളുടെ ഒരു തട്ടായിട്ട് കിടപ്പുണ്ട്. അടുത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി നിന്നാൽ ഫുള്ള് കടലിൻ്റെ വ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞ് അവിടെയും നേരത്തെ കണ്ട പോലെ ഫുള്ള് മലയായിട്ടാണ്. അങ്ങനെ അതുമൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത്. ഇതാണ് കടലിൻ്റെ സൈഡ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് കടലായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ ചെന്നപ്പോൾ ചെറുതായിട്ട് മൂടലായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞു. ഫുള്ള് ബിൽഡിങ്ങുകളാണ് ആ താഴെ കാണുന്ന കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ, പെട്ടിക്കട പോലെ ഇരിക്കുന്നത് മൊത്തം. അവിടെയും മേളിലായിട്ടൊരു പ്ലേ ഏരിയ ഉണ്ട്. കുഞ്ഞന്മാരെ അവിടോട്ട് കളിക്കാൻ വിട്ടിട്ട് അണ്ണാണ്ണം അവിടോട്ട് ഇരുന്നിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ബിൽഡിങ്ങിൻ്റെ അവിടെ വന്ന് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാനെ കൊണ്ടിട്ട് ഇപ്പുറത്തോട്ട് വന്ന. ഇതാണ് ആ ഒരു റൗണ്ടിൽ വരുന്ന പോലെ ഉള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡ്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേന് കടലും കാര്യങ്ങളും, പിന്നെ അപ്പുറത്തോട്ട് വീണ്ടും മലയായിട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. ചെന്ന് നമ്മൾ കുറച്ച് നേരം കണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറേ നേരം അവിടെ കളിച്ച് തിരിച്ചു വരാം. എന്നിട്ടൊന്ന് ഇറങ്ങി വന്ന് കാണിച്ചേ. അമ്മ നോക്കട്ടെ എൻ്റെ പൊന്ന് തന്നെ വരുമോന്ന്. ഭയങ്കര സ്പീഡ്. ഭൂമി എൻ്റെ എടുക്കുക. ഭൂമി ഒന്ന് കയറി കാണിച്ചേ അമ്മേ, എങ്ങനെയാ കയറുന്നേ?
അങ്ങനെ എന്താ തന്നെ കീറിയോ? അച്ഛ ഹെൽപ്പ് ചെയ്തോ പിറ്റിക്കുട്ടനെ? ആണോ? ആരാ പിറ്റിക്കുട്ട ഹെൽപ്പ് ചെയ്തേ? ആരാ ഹെൽപ്പ് ചെയ്തേ? അച്ഛയോ? അച്ഛക്ക് താങ്ക് യു കൊടുത്തോ? ആ ഗുഡ് ബോയ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഒരു 2-2:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു നമ്മൾ അവിടെ നിന്ന് അപ്പോഴത്തേനെ എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. പിന്നെ കുഞ്ഞന്മാർക്കുള്ളത് കയ്യിൽ കരുതിയിരുന്നുണ്ട്. അവർ ഓരോരിടത്ത് ഇറങ്ങിയിട്ട് കയറുമ്പോഴും അവർക്ക് വിശക്കാതിരിക്കാൻ അവർ കഴിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കുറച്ചും കൂടി അലമ്പുണ്ടായിരുന്നു ഇരിക്കാനും ഇത്രയും സമയം ഇരിക്കാനൊക്കെ. ഇത്തവണ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവരും ഇറങ്ങി കുറേ പ്ലേ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും കളിച്ച് അത് കഴിയുമ്പോൾ തിരിച്ച് കയറ്റുമ്പോഴാണേലും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല കുഞ്ഞുങ്ങളായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴെ വന്ന് വാട്ടർഫോൾസിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് റെസ്റ്റോറൻറ്റ്സും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ബീച്ച് ഏരിയയിലോട്ട് പോയത്. വാട്ടർഫോൾസ് നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കണ്ടതായതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് നിൽക്കാനെ കൊണ്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കാണാൻ മാത്രമുള്ളതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടെ ഇറങ്ങിയില്ല. ഇവർ തണുപ്പായതിന് ശേഷം ബീച്ചിൽ പോയിട്ടില്ല, കുറേ ദിവസം കൊണ്ട് ബീച്ചിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് ബീച്ചിലോട്ട് പോയി. ശിവനേട്ടനും ചേച്ചിയും കുഞ്ഞും വാട്ടർഫോൾസിലൊക്കെ ഇറങ്ങിയിട്ട് പയ്യെ അങ്ങോട്ട് വന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി. കുഞ്ഞുങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാനുള്ളൊരു പ്ലാനിലല്ലായിരുന്നു ഞങ്ങൾ വന്നത്. അപ്പോൾ അവർക്ക് അവിടെ കടയിൽ കയറി ബീച്ചിലിടാനെ കൊണ്ട് പരുവത്തിനുള്ള ഓരോ നിക്കറും വാങ്ങിയിട്ട് നമ്മൾ നേരെ ബീച്ചിലിറങ്ങി. ബീച്ചിൽ കുറേ വട്ടം ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല. ഇനി അടുത്ത വട്ടം പോകുമ്പോൾ വല്ലതും ഒന്ന് വെള്ളത്തിലിറക്കണം. ഈ വെള്ളത്തിലിറക്കിയാൽ പിന്നെ തിരിച്ച് കയറ്റാൻ പറ്റത്തില്ലല്ലോ, വെയിൽ കണ്ണടിച്ച് പോയി. ഇത് ഞാനൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ്, പക്ഷേ അത് വീഡിയോ ആയിരുന്നു. ഇവിടുന്ന് ബോട്ട് സർവീസൊക്കെ ഉണ്ട്, അരമണിക്കൂർ എന്തോ സമയം വരുന്ന ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ വാട്ടർ ബൈക്ക്, അതിന് വേറെ എന്തോ പേര് പറയുമല്ലോ, കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ബൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിൽ പോയിട്ട് ഇങ്ങനെ പാരച്യൂട്ടിൽ പറക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇവിടെ ഈ ബാക്കിലായിട്ട് ഒരു ഓപ്പൺ ഷവർ ഏരിയ, അത് കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഷവർ ഏരിയ ഉണ്ട്. അതല്ലാതെ മെൻസിനും വുമൻസിനുമായിട്ട് സെപ്പറേറ്റ് റെസ്റ്റ് റൂംസ്, പ്രെയർ റൂംസ്, അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മാമ വിളിക്കേ. മോമുക്കുട്ടാ ഇങ്ങോട്ട് നോക്കിയേ. നോക്കട്ടെ. ബോട്ട് കണ്ടോ? ഞാൻ കാച്ച ഷാർവി ബേബിയുടെ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടന്മാരുടെ കൂടെ കാര്യമായിട്ടിരുന്ന് കളിക്കുന്നുണ്ട്. ഇതുങ്ങളെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് വലിയൊരു ചടങ്ങ്. അതോ എവിടെ? അത് കടലാണ്, കടല്. കടലാണ്.
ബോട്ട് എവിടെ ബോട്ട്? അത് തന്നെ ഞാൻ പറയാന്ന്. ഭൂമിക്കുട്ടിൻ്റെ ഒരു ഫുൾ സിനിമയാണ്. ഹായ് ഹായ്. ഭൂമിക്കുട്ടിൻ്റെ ഒരു ഫുൾ സിനിമ തന്നെ നമ്മളെടുക്കും. അല്ല ഇത് കമരത്തല്ലേ ഉള്ളൂ. ഇതിന്റെ ഈ സാധനേ അപ്പൊ ഷാർവിയുടെ ഫസ്റ്റ് ബീച്ച് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. ഇവര് ജബലലിയിലായിരുന്നു. കല്ല് എവിടുന്നാ കിട്ടിയ കല്ല്? ആടുന്നാ കിട്ടി? അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്നും കയറി അവന്മാരെ ഒന്ന് കഴുകിയൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട്. നല്ലൊരു ദിവസമായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. തിരിച്ച് കാറിൽ വന്ന് അവരുടെ ഉടുപ്പൊക്കെ മാറ്റി ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ കുട്ടി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.